ചാമ്പ്യൻസ് ട്രോഫി ടീം ഇന്ത്യയുടെ സെലക്ഷൻ ഇതിനോടകം തന്നെ നിരവധി ചർച്ചകൾക്ക് വിധേയമായിട്ടുണ്ടായിരുന്നു. എന്നാൽ ടീം സെലക്ഷനിലുണ്ടായ ഒരു തർക്കത്തെപ്പറ്റി നിർണായകമായ റിപ്പോർട്ടാണ് ഇന്ന് ടൈംസ് നൗ ഇന്ത്യ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളും അതോടൊപ്പം തന്നെ ചാമ്പ്യൻസ് ട്രോഫിക്ക് പുറപ്പെടും മുന്നോടിയായി കോച്ച് ഗൗതം ഗംഭീർ പ്രസ് മീറ്റിൽ ചില സൂചനകൾ പ്ലേയിങ് കോമ്പിനേഷനുമായി ബന്ധപ്പെട്ട് നൽകിയിരുന്നു. ഈ അപ്ഡേറ്റുകളാണ് വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കിടക്കും മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. ചാമ്പ്യൻസ് ട്രോഫി ടീമിനെ തിരഞ്ഞെടുക്കാനുള്ള സെലക്ഷൻ കമ്മിറ്റി യോഗത്തിനിടെ ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീറും ചീഫ് സെലക്ടർ അജിത് കാക്കറും തമ്മിൽ രൂക്ഷമായ വാക്കുതർക്കം നടന്നുവെന്നുള്ള റിപ്പോർട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഋഷഭ് പന്തിനെ രണ്ടാം വിക്കറ്റ് കീപ്പറായി ഉൾപ്പെടുത്തിയതിനെയും ശ്രേയസ് അയ്യരെ തിരികെ വിളിക്കുന്നതിനെയും ഗംഭീർ എതിർത്തുവെന്നാണ് ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ശ്രേയസ് അയ്യരെ തിരികെ വിളിക്കുന്ന കാര്യത്തിൽ ഗംഭീറിന് താല്പര്യമില്ലായിരുന്നുവെന്നും അതേപോലെ ഋഷഭ് പന്തിനെ രണ്ടാം വിക്കറ്റ് കീപ്പറായി സെലക്ട് ചെയ്തപ്പോൾ ഗംഭീർ ഈ ഒരു നീക്കത്തെ തടയാനായി ശ്രമിച്ചുവെന്നുമാണ് ഇന്നത്തെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. സെലക്ഷൻ കമ്മിറ്റി യോഗത്തിന് ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിൽ ഋഷഭ് പന്ത് ഏകദിനങ്ങളിൽ ഇന്ത്യയുടെ ഒന്നാം വിക്കറ്റ് കീപ്പർ ആയിരിക്കുമെന്നായിരുന്നു അഗാക്കർ വിശേഷിപ്പിച്ചത്. എന്നാൽ ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിൽ ഒരു മത്സരത്തിൽ പോലും ഋഷഭിന് പ്ലേയിങ് 11 അവസരം ലഭിച്ചില്ല. ടീമിലുണ്ടായിരുന്ന ബാക്കി 14 താരങ്ങൾക്കും ഒരു മത്സരത്തിലെങ്കിലും പ്ലേയിങ് 11 കളിക്കാൻ അവസരം ലഭിച്ചപ്പോൾ ആദ്യ 2 കളികളിലും KL രാഹുലിന് തിളങ്ങാൻ കഴിയാഞ്ഞിട്ട് പോലും ഋഷഭ് പന്തിന് മാത്രമാണ് ഒരു മത്സരത്തിൽ പോലും അവസരം നൽകാതിരുന്നത്. ചാമ്പ്യൻസ് ട്രോഫിക്ക് ടീം ഇന്ത്യ പുറപ്പെടും മുന്നോടിയായി ഗംഭീർ നടത്തിയ പ്രസ് മീറ്റിലും ഈ ഒരു കാര്യം എടുത്തു പറയുകയുണ്ടായി. ഇനി മുതൽ ടീം ഇന്ത്യയുടെ ഏകദിനത്തിലെ പ്രധാന വിക്കറ്റ് കീപ്പറായി എത്തുക KL രാഹുൽ ആയിരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ചാമ്പ്യൻസ് ട്രോഫിയിലും പ്രധാന വിക്കറ്റ് കീപ്പറായി KL രാഹുൽ തന്നെയായിരിക്കും എത്തുക എന്നുള്ള സൂചനയും അദ്ദേഹം നൽകിയിട്ടുണ്ട്. നിലവിൽ ടീം ഏൽപ്പിച്ച വിക്കറ്റ് കീപ്പറുടെ റോൾ ഭംഗിയായി തന്നെയാണ് KL രാഹുൽ നിർവഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പകരം മറ്റൊരു താരത്തെ ഉൾപ്പെടുത്തേണ്ട കാര്യത്തെപ്പറ്റി ചിന്തിക്കുന്നില്ല. ഇനി ഋഷഭ് പന്തിനെ ടീമിലേക്ക് കൊണ്ടുവരേണ്ട സാഹചര്യം നിലവിലില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം 2 വിക്കറ്റ് കീപ്പർ ബാറ്റർമാരുടെ ആവശ്യം ടീമിലില്ല. തീർച്ചയായിട്ടും ഗംഭീറിന്റെ പ്രതികരണങ്ങളിലൂടെ അഗാക്കർ ടീമിലെടുത്ത ഋഷഭ് പന്തിന്റെ പേര് ടീമിന്റെ 11-ൽ നിന്നും ഗംഭീർ വെട്ടിമാറ്റുക തന്നെയായിരുന്നു. ഋഷഭിന് പകരം മലയാളി താരം സഞ്ജു സാംസണിന് വേണ്ടിയാണ് ഗംഭീർ വാദിച്ചത്. എന്നാൽ രോഹിത് ശർമ്മയും അഗാക്കറും ഇതിനെ എതിർത്തപ്പോൾ ഇരുവരുടെയും പരിഗണനയിലാണ് ഋഷഭ് പന്തിനെ രണ്ടാം വിക്കറ്റ് കീപ്പറായി ടീമിൽ ഉൾപ്പെടുത്തിയത്. നേരത്തെ തന്നെ ഋഷഭ് പന്തിനെ ചാമ്പ്യൻസ് ട്രോഫി സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയതിനെതിരെ ഋഷഭ് പന്തിനെ ടീമിൽ ഉൾപ്പെടുത്തിയത് ഗംഭീറിന്റെ സമ്മതത്തോടു കൂടിയല്ല എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ വന്നിരുന്നു. ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ പുറത്തുവിട്ടിരിക്കുന്ന ഈ ഒരു റിപ്പോർട്ടും തീർച്ചയായിട്ടും ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും അജിത് കാക്കറും നടത്തിയിട്ടുള്ള സെലക്ഷനുകളെ തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.